എന്റെ മോൻ റഹീം ദുബായിന്ന് വരുമ്പോ വല്ലപ്പോഴും താമസിക്കാൻ വേണ്ടി പണിയേൽപ്പിച്ചതാ ഈ വീട്. തൽക്കാലം ഈ ഇവിടെ താമസിച്ചോ. പക്ഷെങ്കിലേ സൂക്ഷിക്കണം കേട്ടോ, അല്ലയോ ഇന്റെ മേക്കിട്ട് കയറൂ. ഞാൻ സൂക്ഷിച്ചോളാം. ആ എന്നാ ഞമ്മൾ പോട്ടെ. ഞാൻ ബഷീർ. നിങ്ങൾ പുതിയ തുന്നപ്പീഡിയക്കാരനല്ലേ? ഞാൻ ഇങ്ങോട്ട് നിന്നോട്ടെ. എനിക്ക് തന്നെ ചെയ്യാനുള്ള പണി ഉണ്ടാവുമോ? വേണ്ട, എനിക്ക് കുടുക്കൊക്കെ തന്നെ അറിയാം. വേണ്ട, വാപ്പ സമ്മതിക്കില്ല. പോയില്ലേ? നിങ്ങൾ കായൊന്നും തരണ്ട, ഉച്ചക്ക് ചോറ് മാത്രം മേടിച്ചു തന്നാ മതി. ആ ശരി, കൂടെ വന്നോ. ഉടമട്ടി കാലടിക്കും ചെണ്ട് തിന്നാൻ വന്നവനെ. നിനക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? വെക്കോ അവിടുന്ന്. മൂപ്പർക്ക് തുന്നാനൊന്നും അറിയില്ല. പെണ്ണുങ്ങളൊന്നും ഇവിടെ കൊടുക്കില്ല. തലേണര പോലെയാ തുന്ന. ഓ പറയണവർ പോലെയാ തുന്ന. ആ മമ്മദിക്ക, എത്ര നേരമായിട്ട് കാത്തിരിക്കണു. പൊന്നാനി കൊണ്ട് തുന്നിക്കാന്ന് വിചാരിച്ചാ. ഇനി പൊന്നാനിക്കൊന്നും പോകണ്ട. ആ. മൂപ്പര് കോഴിക്കോട്ടൊക്കെ ഉണ്ടായിരുന്നതാ. അസലായിട്ട് തുന്നു. ഇത് പോക്ക നിക്കാഹിനുള്ള കുപ്പായങ്ങളാ. അടുത്ത ആഴ്ച തന്നെ വരണം. ഓ, അളവതലുണ്ട്. ആ എന്നാ ഞമ്മള് പോട്ടെ. ആ, അല്ല, എന്താ എന്റെ പേര്? അസീസ്. ആ ഈ എന്താ നോണ പറഞ്ഞേ? കോഴിക്കോട്ടുണ്ടായിരുന്നൊക്കെ. പബ്ലിസിറ്റി ആവട്ടെന്നും നിങ്ങൾക്ക് നിന്ന് തിരിയാ സമയം കിട്ടൂല. കല്യാണ കുപ്പായാണല്ല. ജമീലാന്റെ ആയിരിക്കുമല്ലേ? അനക്ക് കോളടിച്ചല്ല അസീസേ. എന്താ തുന്നാൻ അറിയോ? തുന്നിച്ചു നോക്കിയാൽ അറിയാ. തുന്നിച്ച് നോക്കാൻ തന്നെ വന്നത്. ഇതാ ഒരു ടെസ്റ്റ് കേസ്. ഇഷ്ടപ്പെട്ട ദേ പബ്ലിസിറ്റിയിൽ എന്നെ തോൽപ്പിക്കാനാവില്ല. കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങൾ ഇവിടെ ക്യൂ നിൽക്കും. എന്നാ ഞമ്മടെ വീഡിയോന്റെ കൂടെ ഒന്ന്. അത് വേണ്ട. ജാമ്പവാന്റെ കാലത്ത് മേടിച്ച സാധനങ്ങളല്ലേ ജബ്ബാറിന്റെ പീടികയില്. ഒന്ന് വാരാതേച്ചി നിർത്തേ. ഓ എന്താ ഓളുടെ നാവ്. ആരാ? ഞമ്മടെ ചായപ്പീടിയക്കാരൻ കുഞ്ഞിക്കണ്ണനാരുടെ മോളാണ്. ഓ, എവിടൊക്കെ ജബാർക്ക് രാവിലെ തന്നെ ഇയും കൂടി വരണ പരപ്പനങ്ങാടിക്ക് പെണ്ണ് കാണാനാ? അല്ലാ, ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. ഈ വേഗം ഒന്ന് പുറപ്പെടൂ. ഞാനില്ല, പേടി തുറക്കണം. കുറെ തുണികൾ തിന്നാനുണ്ട്. അസീസേ, പെണ്ണ് കാണാൻ പോകുമ്പോ കൂടെ ചന്തമില്ലാത്ത ഒരുത്തരെയും കൂടി കൊണ്ടുപോകണം. എന്റെ കൂടെ എന്നെ കാണുമ്പോ ഇന്റെ ഡിമാൻഡ് കൂടും. വേണ്ട ജബാർക്ക, ഇനി ഞാൻ കാരണം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങണ്ട. എന്താണ് ഈ പറഞ്ഞത്? ഇനി എന്നെ കണ്ടിട്ട് വേണ്ട, നിങ്ങളുടെ സംഗതി നടക്കട്ടെ. ഓ എന്താ എന്റെ വിചാരം? ഞമ്മള് വീണ് ഉച്ചരിഞ്ഞ് വരട്ടെ. ജബാർക്ക, എന്താണ്? കുന്നത്തങ്ങാടിൽ മുഴുവൻ പരിധിതല്ലേ നിങ്ങള്? അപ്പോ നിങ്ങളോട് ചോദിച്ചാൽ അറിയാലോ. എന്റെ രോഗം ഞമ്മക്ക് പൊടിയിട്ടാ. അനക്ക് എന്താണ്ടോ വേണ്ടത്? ഇവിടെയുള്ള പെമ്പിള്ളേരുടെ ലിസ്റ്റല്ലേ ഞമ്മള് തരാടോ. ഇനി പോവാത്ത ഒറ്റ സ്ഥലേ ഉള്ളൂ, മൂരിയുടെ വീട്. മൂരിയോ? എന്താ ജബാർക്ക? കേരള ബമ്പറടിച്ചാല് അതൊരു ഭാഗ്യമാണെന്ന് ഞമ്മള് പറയൂല. ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണത് അതും ഒരു ഭാഗ്യമാണെന്ന് ഞമ്മള് പറയൂല. പക്ഷേ മൂരിയുടെ മോള് ആമീനാനെ നിക്കാഹിക്കാന്ന് വെച്ചാല് എന്തേ ഇങ്ങനെ പെണ്ണ് കാണാൻ പോണത്? എങ്ങനെ? ഇന്ന് വേണ്ടെന്ന് വെക്ക്. എന്റെ റബ്ബേ, ഓരോ ദിവസം പോകുന്നതോറും വയസ്സ് കൂടിയാണ്. കുടുംബത്തിൽ പോയി കുപ്പായം മാറിയിട്ട് പോവല്ലേ? അല്ല ബഷീറേ,
ഇപ്പൊ ഇവിടെയാണ്. അല്ല നിങ്ങളെ കുവൈറ്റിൽ നിന്ന് വിട്ടാ? കുവൈറ്റിന് വിടാൻ എന്താണ് നമ്മൾ കുവൈറ്റിൽ ചെയ്യില്ലേ? ഇനി കുവൈറ്റിന് വിടാന് കള്ള സൂറേ അനക്കൊരു ബാട്ടുണ്ടല്ലടാ. അവാ ആ സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല് കേട്ടാ. അമ്മാര് തുണി ഒന്നും ചെയ്യണ്ട, ഹയാത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങോട്ടൊക്കെ അതൊക്കെ ജുബ്ബ അടിക്കാവേ, ജുബ്ബ. ഇത് പെണ്ണുങ്ങൾ പറഞ്ഞല്ലേ? കൺട്രി ആനക്കത് കുന്തറിയടോ. നല്ലോണം തുണിക്കോ, എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും. അളപ്പെടുത്തോ. എന്താണ് ചങ്ങായി അറബിയുടെ കുപ്പായോ? ജുബ്ബ കളർ കൊടുക്കണോ? അത്ര മതി. ഇത് മതി. ആ മതി മതി. 31. കുവൈറ്റിൽ 44 പണ്ടാരാണ് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി 31. എന്താ കഴിച്ചിട്ട് മുറുക്കണി മര്യാദക്കാണ് കൊടുക്ക്. ദാദാ എന്റെ ഉമ്മ. ഈ പണ്ടാരത്താള മയ്യത്തായില്ലേ കൊഴുപ്പ്. ഈ പൊന്ന് ഇന്നെ പറ്റി എന്താ പറഞ്ഞില്ല. അതിനെ എന്നിട്ട് നമ്മള് പോട്ടെ, നമ്മള് മറ്റന്നാൾ വരാം കേട്ടാ. ഓന്റെ ഒരു പത്രാസ്. നമ്മൾ വരട്ടെ. നമ്മൾ വരച്ചാ കൊച്ചൊക്കെ നമുക്ക് അതിന് മൂത്താപ്പ. പണ്ട് ഞമ്മൾ കൊണ്ടോട്ടിൽ വന്നിട്ടുണ്ട്. പൂക്കോട്ട് പഠിക്കലെ കാതന്റെ മോളെ നിക്കാഹിനി. അനക്കറിയോ? കള്ള പൊന്നിയോളാ. നിക്കാഹ് നടന്നില്ല മോനെ. ഞമ്മള് ബക്കാനുണ്ടാക്കിട്ടാ നിക്കാഹ് നടക്കാൻ ഞാൻ ഓരോ പറച്ചില്. ഞമ്മടെ വായാലും നാവ് നന്നല്ല കൊണ്ടോട്ടിക്കാരൻ മൊട്ടത്തലം പറയാ. കടീശൂനെ ഇവിടെയുള്ളവർക്ക് അറിയാം. അന്നെ കണ്ടപ്പോ തോന്നി നല്ല ബർക്കത്തുള്ള ഒരു മോനാന്ന്. പിന്നെ തുണി വെട്ടി മാറ്റണ കസനങ്ങളില്ലേ, അതുകൊണ്ട് എനിക്കൊരു കുപ്പായം തയ്ച്ചു തരൂ. ഉമ്മ എന്താണ്ടാ അനക്ക് പിടിച്ചില്ലേ? തരൂ അസീസേ. തരാം. ആ ഞമ്മള് പറഞ്ഞില്ലേ ഈ നല്ല ബർക്കത്തുള്ള മോനാന്ന്. ദാ കുപ്പായത്തിന്റെ അളവ്. മോനെ ഈ ഹമുക്കിന്റെ അടുത്ത് കൊടുത്തു വിട്ടാ മതി. ന്യൂസ് കേട്ട ബൈക്ക് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളെ നിസാങ്കാറിൽ കയറ്റി സ്പീഡില് ഫുൾ സ്പീഡിൽ ഓട്ടിച്ച് വരികയാണ്. റോട്ടിൽ കൂടെ പീരങ്കികളും ടാങ്കുകളും അങ്ങനെ 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 കീറി വരികയാണ്. മഴ പെയ്യും പോലെ എന്റെ മുത്ത് നേരെ ബോംബ് ഇങ്ങനെ പുകയാണ്. ഇടത്തുനിന്നും ഇടത്തുനിന്നും പല ബെൽപ്പത്തിൽ അതൊക്കെ വെട്ടിച്ച് 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 നമ്മൾ സൗദിയുടെ ബോർഡിലെത്തി. അതാണ് നമ്മൾ